ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി ഇൻടേക്കിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ആ ഇൻടേക്കിൽ വന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫെബ്രുവരി ഇൻടേക്ക് 2025 വരാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് മടിച്ചു നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. 2025 ഫെബ്രുവരി ഇൻടേക്കിനെ പറ്റി സംസാരിക്കാൻ നേരത്തെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റുഡൻസ് ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇതുവരെയായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാണ്, അതായത് നിങ്ങളുടെ IELTS ഒക്കെ കഴിഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും റെഡി ആണെങ്കിൽ നിങ്ങൾ എത്രയും നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ഡെഡ് ലൈൻ ആണ് ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ വരാൻ നേരത്ത്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് ഈ മാസം അവസാനം വരെയുണ്ട്, ചില യൂണിവേഴ്സിറ്റീസ് ഡിസംബർ പകുതി വരെ. അപ്പം നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റീസ് ആണോ നോക്കുന്നത് അതിൻ്റെ ഡെഡ് ലൈൻ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം തന്നെ ഞാൻ പറയും നവംബർ 26 അപ്പം അധികം സമയമില്ല. അപ്പം എത്ര നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ അപ്ലൈ ചെയ്യുക. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് ക്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ ഒരു ലിമിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ചില യൂണിവേഴ്സിറ്റീസ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഫെബ്രുവരി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇൻടേക്കിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത സെക്ഷൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് COE കിട്ടി എന്നുള്ള സിറ്റുവേഷനാണ്, പക്ഷെ നിങ്ങൾ ഇതുവരെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മാസം അവസാനം തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിൽ കുറേ അവധി വരുന്നുണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ വച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സിങ് ഡിലേ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത സെക്ഷൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി വിസയ്ക്ക് വച്ചു, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ് കൺഫർമേഷന് വേണ്ടിയിട്ട്. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊരു ഡിസംബർ അവസാനം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതായത് നിങ്ങൾ എങ്ങനെയാണ്, ഏത് ഫ്ലൈറ്റിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് എയർപോർട്ട് പിക്കപ്പ്, എങ്ങനെയാണ് അക്കോമഡേഷൻ, ഇതൊന്നും ബുക്ക് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഒന്ന് കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള അക്കോമഡേഷൻ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാണ്, അങ്ങനെ എത്ര റേറ്റ് ആവും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അത് എന്തുകൊണ്ടാണ് നോക്കി വെക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഈ വിസ വച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്തായിരിക്കും വരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലെങ്കിൽ പിന്നെയും നമ്മൾ എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെപ്പറ്റി കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. അക്കോമഡേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. ഇതുവരെയായിട്ടും നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല, അതായത് നിങ്ങൾ ഫെബ്രുവരിയിലേക്ക് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, പക്ഷേ ഇതുവരെയായിട്ടും അക്കോമഡേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി നോക്കേണ്ടതാണ് ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ. ഞാൻ വന്ന സമയത്ത് എനിക്ക് സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ, അതായത് മെൽബണിൽ വന്നപ്പോഴൊക്കെ സിറ്റി തന്നെ കോളേജിന് അടുത്ത് അക്കോമഡേഷൻ കിട്ടിയത് ഈ ആംബർ വഴിയാണ്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഏറ്റവും നിൽക്കാൻ പറ്റിയൊരു അക്കോമഡേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്. അപ്പം നിങ്ങളുടെ കോളേജോ യൂണിവേഴ്സിറ്റിയോ വച്ചിട്ട് അതിന് തൊട്ട് ചേർന്ന് തന്നെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇവർ സഹായിക്കും. അപ്പോൾ ഇവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്, നിങ്ങളുടെ മൂവിങ് ഡേറ്റ് ഏതാണ്, നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതാണ്, ഇതൊക്കെ വച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഈ ആംബർ അക്കോമഡേഷൻ സഹായിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ ലിങ്ക് കയറി നോക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത സെക്ഷൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിസ കൈ കിട്ടിയൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല. നിങ്ങൾ ഒരു ജാനുവരി ആദ്യം തന്നെ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ അക്കോമഡേഷൻ, നിങ്ങളുടെ ഫ്ലൈറ്റ്, നിങ്ങളുടെ ഇപ്പോൾ ബാക്കി എന്താ, നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ്, എയർപോർട്ട് പിക്കപ്പ്, ഇതൊക്കെ ആ സമയം ആകുമ്പോഴത്തേക്കും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് വിസ കിട്ടിയ ഒരാളുടെ ഒരു സിറ്റുവേഷൻ എനിക്ക് പറയാനുള്ളത്. പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഫെബ്രുവരി ഇൻടേക്കിലേക്കുള്ള ഒരു ടൈം ലൈൻ കഴിഞ്ഞു. പിന്നെ പറയാനുള്ളത് ഓറിയൻറ്റേഷനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ വീക്ക് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി ചേർന്ന ഫസ്റ്റ് ഒരാഴ്ച ഇവിടെ പറയുന്നതാണ് ഓറിയൻറ്റേഷൻ വീക്ക്. അത് പഠനമല്ല, കുറേ ആക്ടിവിറ്റീസും കുറേ ഫൺ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി പോകാൻ നേരത്ത് കുറേ
കുറേ ഇവൻറ്റ്സ് നടക്കുന്നതും കുറേ ആക്ടിവിറ്റീസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയി പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് അതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കുറേ ക്ലബ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് റിലേറ്റഡ് കുറേ ഇവൻറ്റ്സ് ഉണ്ടാവും, ക്ലബ്സ് ഒക്കെ ഉണ്ടാവും. അതിനകത്തൊക്കെ ജോയിൻ ചെയ്യാനും അത് റിലേറ്റഡ് എക്സ്പീരിയൻസ് ഒക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്ക് ഫെബ്രുവരി ഇൻടേക്കിൻ്റെ കുറച്ച് ഗുണങ്ങളെ പറ്റി സംസാരിക്കാം. ഗുണത്തിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ബാക്കി ഇൻടേക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് ഏറ്റവും വലിയ ഇൻടേക്കാണ് ഓസ്ട്രേലിയയിലെ ഫെബ്രുവരി ഇൻടേക്ക് എന്ന് പറഞ്ഞത്. അപ്പം അത്രയും ആളുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിന് വളരെ ഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തെ ആളുകളാണെങ്കിലും കുറേ ഉണ്ടാവും. അതായത് കുറേ സ്റ്റുഡൻസ് വരുന്ന ഒരു ഇൻടേക്കാണ് ഫെബ്രുവരി ഇൻടേക്ക് എന്ന് പറഞ്ഞത്. അതൊരു നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് കോഴ്സ് ഓപ്ഷൻസ് ആണ്. ഫെബ്രുവരി ഇൻടേക്കിൽ ഇത്രയും സ്റ്റുഡൻസ് വരുന്നത് കാരണം ഇവിടെയുള്ള എല്ലാ കോഴ്സും, അതായത് മാക്സിമം കോഴ്സസ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു ഇൻടേക്ക് ഫെബ്രുവരിയാണ്. അതായത് ജൂലൈയിലും അല്ലെങ്കിൽ നവംബറിലും ഇത്രയും കോഴ്സസ് അവൈലബിൾ അല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കോഴ്സസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് ഫെബ്രുവരിയാണ്. അതുകൂടാണ്ട് വേറൊരു ഗുണം പറയാനുള്ളത് സ്കോളർഷിപ്സിൻ്റെ കേസിലാണ്. ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്സും ഓപ്പൺ ചെയ്യുന്ന ഇൻടേക്ക് എന്ന് പറഞ്ഞത് ഫെബ്രുവരിയാണ്. ഇതൊക്കെ ഇത്രയും കോഴ്സസ് ആണെങ്കിലും സ്കോളർഷിപ്പ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്റ്റുഡൻസ് വരുന്നത് കൊണ്ടാണ്. നമുക്ക് ഫെബ്രുവരി ഇൻടേക്കിൽ വരാനിരിക്കുന്ന അവർക്ക് വരുന്ന കുറച്ച് ദോഷങ്ങൾ അല്ലെങ്കിൽ ഡ്രോബാക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2025 ഗവൺമെൻറ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നതാണ്. അത് എത്രമാത്രം ശരിയാണെന്ന് ഇപ്പോഴും അറിയില്ല. പ്രപ്പോസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരാനിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2,70,000 ആണ്. അപ്പം കോമ്പറ്റീഷൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇൻ കേസ് ഇതുവരെ അപ്ലൈ ചെയ്യാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് എത്ര ശതമാനം കിട്ടാൻ ചാൻസസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എത്ര നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ ദോഷത്തിനെ പറ്റി പറയാൻ നേരത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞു ഫെബ്രുവരി ഇൻടേക്കിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും, ഹൈ കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. കാര്യം ഇത്രയും സ്റ്റുഡൻസ് ഉള്ളത് കാരണം. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ നേരത്തും വിസ കിട്ടാൻ മാത്രമായിരിക്കത്തില്ല, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പാർട്ട് ടൈം കിട്ടാൻ നേരത്തും ഇച്ചിരി പാടായിരിക്കും. കാര്യം ഇത്രയും സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട്. അതാണ് ഫെബ്രുവരി ഇൻടേക്കിനെ പറ്റി എനിക്ക് ജസ്റ്റ് ഒരു ഇത് പറയാനുള്ളത്. അപ്പം വേറെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഫെബ്രുവരി ഇൻടേക്കിൽ വരാനുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെഷൻ ഇടുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM അയക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇൻ കേസ് ഫെബ്രുവരി ഇൻടേക്കിൽ വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ആരെയും അറിയില്ല, ഈ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ വരാനിരിക്കുന്ന ആരെയും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ 2200 കൂടുതൽ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അവരെല്ലാം ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി ഓസ്ട്രേലിയയിലുള്ളവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുമാണ്. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണം, സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയയ്ക്കുക. നിങ്ങളെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്താണ്. വേറെ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.